എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വീക്കെൻഡാണ്. വീക്കെൻഡിലെ കുറച്ച് മീൽ പ്രെപ്പ്, സെൽഫ് കെയർ അങ്ങനത്തെ ഒക്കെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇന്ന് അനീഷ് ഗ്രോസറിയൊക്കെ മേടിക്കാൻ പോയി. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഫ്രൈഡേ ഓർ സാറ്റർഡേ അങ്ങനെയാണ് ഞങ്ങൾ ഗ്രോസറി മേടിക്കുക. അപ്പോൾ അതിന് മുന്നെയാണ് നമ്മുടെ ഒരു ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് വളരെ കുറച്ച് സാധനങ്ങളെ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഒഴിവാക്കാനുണ്ടെങ്കിൽ ഒഴിവാക്കാം, എടുത്ത് തീർക്കാനുണ്ടെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്യാം. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനും നല്ല എളുപ്പമായിരിക്കും, വളരെ കുറച്ച് സാധനങ്ങളല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് നോക്കിയതാണ് എന്തൊക്കെയുണ്ടെന്നൊക്കെ നോക്കി ഫ്രിഡ്ജൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി നമ്മുടെ നെക്സ്റ്റ് സെറ്റ് ഓഫ് മീൽസിന് വേണ്ടി ഫ്രിഡ്ജിന് റെഡിയാക്കുന്നത്. ഞാനിതെല്ലാ വീക്കും ചെയ്യാറുണ്ട്. ഫ്രിഡ്ജ് ഒരുവിധം നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഫ്രിഡ്ജിൽ എന്തൊക്കെയുണ്ട്, നമ്മൾ ഈ സോസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത് കുറേ നാൾ സ്റ്റോർ ചെയ്യാമല്ലോ, അതൊക്കെ ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ എക്സ്പയറി കഴിഞ്ഞോ, എക്സ്പയർഡ് ആവാറായോ, അതൊക്കെ എല്ലാ വീക്കെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ആ ഒരു ചെക്കും ഞാൻ ഈ ഒരു ഫ്രിഡ്ജ് ക്ലീനിങ്ങിൻ്റെ കൂടെ അങ്ങ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലുള്ള സാധനങ്ങളെക്കുറിച്ച് അത്യാവശ്യം ഒരു ഐഡിയ ഉണ്ടാക്കാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ഓംലെറ്റും അവക്കാഡോയും. നമ്മൾ ഉച്ചയ്ക്ക് കുറച്ച് ചോല ഭട്ടൂര ഉണ്ടാക്കുന്നുണ്ട്. സാധാരണ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഭയങ്കര ഹെവി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിന് ഈ ഒരു ചോല ഭട്ടൂര അങ്ങനെ കഴിക്കാമെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ ഫുഡ് കഴിച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് നമ്മൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് പലപ്പോഴും പണി കിട്ടുന്നത് വീക്കെൻഡാണ്. നമ്മൾ ഫ്രൈഡേ തൊട്ട് സാറ്റർഡേ സൺഡേ ആണ്, നമ്മൾ മൺഡേ ടു ഫ്രൈഡേ നമ്മൾ നല്ലതായിട്ടെല്ലാം നോക്കും, അത്യാവശ്യം കാലറിയൊക്കെ നോക്കി ഒരു കോൺഷ്യസ് ആയിട്ടൊക്കെ കഴിക്കും. പക്ഷേ വീക്കെൻഡ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ വീക്കെൻഡ് നമ്മൾ കുറച്ച് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാർട്ടി ഉണ്ടെങ്കിലും, ഞാനിപ്പോൾ സിമ്പിളായിട്ട് ചെയ്യുന്നത് അതാണ്. നമുക്ക് ഒരു ഹെവി ഡിന്നർ ഉണ്ടെങ്കിൽ, പ്ലാൻ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒന്ന് കൺട്രോൾ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അത്യാവശ്യം ഹെവി ലഞ്ച് ആയതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ടോസ്റ്റ് ഒന്നും എടുക്കുന്നില്ല, ജസ്റ്റ് മുട്ടയും അവക്കാഡോയും മാത്രമാണ്. പിന്നെ നമ്മൾ പൊതുവേ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഹെൽത്തി സാധനങ്ങൾ, ഇപ്പോൾ അവക്കാഡോ എന്നൊക്കെ പറയുമ്പോൾ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളതൊരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യാതെ പലപ്പോഴും കഴിക്കാറുണ്ട്. 100 ഗ്രാം അവക്കാഡോയിൽ ഏകദേശം 160-170 കാലറി ഉണ്ട്. അപ്പം നമ്മളത് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ അതനുസരിച്ച് നമ്മുടെ ബാക്കിയുള്ള ഫുഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഞാനങ്ങനെ ഒന്നും ഒഴിവാക്കാറില്ല. പക്ഷേ എല്ലാം കഴിക്കുമ്പം ആ ഒരു അളവിനെക്കുറിച്ച് ഒരു കോൺഷ്യസ് ആയിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ആദ്യമൊക്കെ ഹാഫ് അവക്കാഡോ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അത് ഏകദേശം ഒരു 100 ഗ്രാം ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഒരു 1/4 അവക്കാഡോ ആണ്. കാരണം അത് നമുക്ക് ഏകദേശം 80-100 കാലറിയാണ് ഈ ഒരു 1/4 അവക്കാഡോ എന്ന് പറയുന്നത്. പിന്നെ അവക്കാഡോ നല്ല ഫില്ലിംഗ് ആണ്. അതുപോലെ പിള്ളേർക്കും ഞാൻ ഈ സാധനങ്ങളൊക്കെ തന്നെ കൊടുക്കാറുണ്ട്. അവർക്ക് ഞാൻ പിന്നെ ഇതിൻ്റെ കൂടെ ബേക്കണോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും, അത് അവർക്ക് ഇഷ്ടമാണ്. മുട്ടയും അവക്കാഡോയും ബേക്കണും പിന്നെ ഒരു സ്ലൈസ് ഓഫ് ബ്രെഡ് ഞാൻ ഗീയിൽ ടോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കും, അത് അവർക്ക് നല്ല ഇഷ്ടമാണ്. മക്കൾസിനാകുമ്പോൾ എന്താണേലും കുറച്ചുകൂടെ കാർബ് വേണം. എപ്പോഴും ഇങ്ങനെ ചാടിത്തുള്ളി നടക്കുന്ന ആ ഒരു പ്രായമാണല്ലോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഭട്ടൂര ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഡോ ഞാൻ തലേന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ തലേന്ന് കുഴച്ച് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നമ്മൾ പണ്ട് ബാംഗ്ലൂരുള്ള സമയത്ത് A2B അവിടെ നിന്നാണ് ഈ ഒരു ചോല ഭട്ടൂര കോമ്പിനേഷൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. അതിന് ശേഷം വൺ ഓഫ് അവർ ഫേവറേറ്റ് സാധനമാണെന്ന് പറയാം. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മളിങ്ങനെ വീട്ടിലൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. നന്നായിട്ട് വരും. ഞാനിങ്ങനെ യൂട്യൂബ് റെസിപ്പിയൊക്കെ നോക്കി തന്നെ പഠിച്ചതാണ്. നല്ല യമ്മിയാണ്. പക്ഷേ മൈദയാണ്, ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അതുകൊണ്ട് വൺസിൻ്റെ വയലൊക്കെ ഉണ്ടാക്കും. ഇത് മക്കൾസിൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്. പണ്ട് നമ്മളിതൊക്കെ ഉണ്ടാക്കുമ്പം ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കും. പിന്നെ വീക്കെൻഡ് ആകുമ്പോൾ എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ലഞ്ചിന് ഉണ്ടാക്കും. സാറ്റർഡേയോ സൺഡേ ബിരിയാണിയോ മന്തിയോ എന്തെങ്കിലുമൊക്കെ എക്സ്പെരിമെൻ്റൽ ഫുഡൊക്കെ ചെയ്യുന്നത് വീക്കെൻഡ്സാണ്. അത് കൈൻഡ് ഓഫ് ഒരു റൂട്ടീനായിരുന്നു. എവറി വീക്കെൻഡ് എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള സ്പെഷ്യൽ ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ അതനുസരിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാറുമില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ അതനുസരിച്ച് ബാക്കിയുള്ള സമയത്ത് ഫുഡൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നോക്കും. നമ്മൾ പലപ്പോഴും ഈ ഒരു കുറച്ച് വെയിറ്റ് കുറയ്ക്കണം, ഒരു ഫാറ്റ് ലോസ് ജേർണി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും മിസ്സാകുന്ന സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫേസ് എന്ന് പറയുന്നത് വീക്കെൻഡാണ്. നമ്മൾ വീക്കിൽ ചിലപ്പോൾ കഷ്ടപ്പെട്ടൊരു മേ ബി ഒരു അപ് ടു 1 kg ഒക്കെ കുറച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ സാറ്റർഡേ സൺഡേ കഴിഞ്ഞ് പിന്നെ വെയിറ്റ് നോക്കുമ്പോൾ വീണ്ടും ബാക്ക് ടു നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തായിരിക്കും. ഫാറ്റ് ലോസിൻ്റെ ഒരു മെഷർമെൻ്റ് എന്ന് പറയുന്നത് സ്കെയിൽ മാത്രമല്ല, എന്നാലും നമ്മളിലൊരു ഭൂരിഭാഗം പേരും അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഈ വീക്കെൻഡ്സിൽ നമ്മൾ
ഒട്ടും കോൺഷ്യസ് അല്ലാതെ ഒരു ഓവർ ഈറ്റ് ചെയ്തു പോകുന്ന പാർട്ടീസും ഒക്കെ ആയിട്ട്. അപ്പം ഞാൻ ഇപ്പോൾ കഴിയുന്നത്ര അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യാനായിട്ട് നോക്കും. ഒരു ഡിന്നർ പാർട്ടി അങ്ങനെ ഉണ്ടെങ്കിൽ ലഞ്ചൊക്കെ കുറച്ച് ലൈറ്റായിട്ട് കഴിക്കാനായിട്ട് ട്രൈ ചെയ്യും. അങ്ങനെയൊക്കെയാണ്. ഇത് പിന്നെ നമുക്ക് വളരെ എളുപ്പമാണ്. നമ്മൾ പൂരി ഉണ്ടാക്കുന്ന പോലെ തന്നെ ജസ്റ്റ് പരത്തിയിട്ട് ഓയിലിൽ ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കുക. നമ്മൾ ഈ പൂരി ആണെങ്കിലും ഭട്ടൂരിയൊക്കെ ആണെങ്കിലും ഓയിൽ അത്യാവശ്യം നല്ല ചൂടായിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യാൻ. ഇല്ലെങ്കിൽ എന്താ പറയുക, കുറേ സമയം എടുത്തിങ്ങനെ കുക്കാവുമ്പം അത് ഭയങ്കര ഡ്രൈ ആയി പോകും. നമ്മൾ അത്യാവശ്യം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതൊക്കെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ട് വരും. പിന്നെ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ട്. വ്യൂസ് ഭയങ്കര കുറവാണ്. എന്നാലും എനിക്കങ്ങനെ എപ്പോഴും കമൻ്റ് ഇടാത്ത ആളുകളുടെ അല്ലെങ്കിൽ പുതിയ ആളുകളുടെ കമൻസൊക്കെ കാണാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് കുറേ പുതിയ ആളുകളൊക്കെ വന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ എൻ്റെ പേര് മഞ്ജു. ഞാനിവിടെ മെൽബൺ, ഓസ്ട്രേലിയ, ഞങ്ങളിവിടെ സെറ്റിൽഡാണ്. ഞാനും ഹസ്ബൻഡും 2 മക്കളും. ഞങ്ങൾ 2 പേരും IT ആണ്. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ എന്തിനാണ് വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒരു വർക്കിംഗ് മോം സെറ്റിൽഡ് അബ്രോഡ്, നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫ്, അതിൻ്റെ കഴിയുന്നത്ര ഒരു റോ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാറുള്ളത്. ഇതിൽ എസ്തെറ്റിക്കായിട്ട് ഒന്നുമില്ല. ഒരു ഡേ ടു ഡേ ലൈഫ് എങ്ങനെയാണോ അത് ഞാൻ ഷെയർ ചെയ്യുന്നു. അത് കുറച്ച് പേരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് കിട്ടുന്ന മെസ്സേജുകൾ, ചിലർ ഇൻസ്റ്റയിൽ വോയിസ് മെസ്സേജ് ഇടാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ അതാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ. ആൻഡ് എനിക്ക് ഭയങ്കര രസം തോന്നാറുണ്ട്. ഞാനിപ്പോൾ ഒരു 3-4 വർഷമായി, ഞാനൊരു 4 വർഷത്തിന് മുന്നത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ഡേ അതർവൈസ് ഞാൻ ഒരിക്കലും ഇത്ര ഭംഗിയായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ അതാണ് എൻ്റെ ഒരു ഭയങ്കര ഡ്രൈവിംഗ് ഫാക്ടർ. ഇപ്പോൾ ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയയിൽ ഇതുപോലത്തുള്ള വീഡിയോസ് എനിക്കറിയില്ല എന്തുമാത്രം റെലവൻ്റ് ആണ്, അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് വേറെ എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്. അതൊന്നും എന്നെ അങ്ങനെ കാര്യമായിട്ട് ബാധിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഞാൻ എപ്പോഴും കാണുന്നത് നമ്മുടെ ചുറ്റുമുള്ള, അതായത് എന്നെപ്പോലുള്ളവരൊക്കെ ശരിക്കും നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫ് ഹാൻഡിൽ ചെയ്യാൻ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്ന, നമുക്ക് വേറെ ഒന്നിനും സമയമില്ലാത്ത, നമുക്ക് വേണ്ടി ഒരു 30 മിനിറ്റ്സ് പോലും ഒരു ദിവസം സ്വന്തമായിട്ട് മാറ്റിവെക്കാനില്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നു. എല്ലാവരുടെയും സിറ്റുവേഷൻസ് ഒരുപോലെ അല്ല, പക്ഷേ എന്നാലും നമ്മളറിയാത്ത കാര്യങ്ങളുണ്ടാവാം അല്ലേ. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു തരുമ്പോഴായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ എന്ന് തോന്നാറുള്ളത്. അപ്പം എന്താ പറയുക, കുറച്ച് പേർക്കെങ്കിലും ആ ഒരു ഫ്രണ്ട് ആകാനായിട്ട് പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഈ ഒരു വീഡിയോയുടെ ഒരേ ഒരു പർപ്പസ്. വേറെ ഒരു ഡ്രാമയോ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ഒരു സാധാരണ ഡേ ടു ഡേ ലൈഫാണ് മോസ്റ്റ്ലി നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാറുള്ളത്. പിന്നെ ഇതിൽ ഞാൻ ഒട്ടും തന്നെ ഷെയർ ചെയ്യാത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയിൽ ഉള്ള ബാക്കിയുള്ളവരുടെ ഒരു സപ്പോർട്ടാണ്. ഇപ്പം ഞാനും ഹസ്ബൻഡും ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പം ഞാൻ കുക്കിംഗ് ആണെങ്കിൽ ക്ലീനിങ് ഹസ്ബൻഡ് ചെയ്യും. അതുപോലെ നമ്മളിപ്പോൾ ലോണ്ടറി ആണെങ്കിൽ ഒരാൾ വാഷ് ചെയ്യുന്നു, ഒരാൾ ഫോൾഡ് ചെയ്യുന്നു, ഒരാൾ സെപ്പറേറ്റ് ചെയ്യുന്നു. പിള്ളേരെയും കൂട്ടും. അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ കഴിയുന്നത്ര അവർ ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ അവരിപ്പോഴും, ഞാനപ്പോൾ എൻ്റെ ഒരു കുട്ടിക്കാലമൊക്കെ ആലോചിക്കും, നമുക്കും ഭയങ്കര മടിയായിരുന്നു. അറ്റ്ലീസ്റ്റ് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. മമ്മിയൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ ശല്യം ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു. എൻ്റെ മക്കൾസും പലപ്പോഴും അതുപോലെയൊക്കെയാണ്. എന്നാലും നമ്മൾ വീക്കെൻഡൊക്കെ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടെ ചെയ്യുമ്പോൾ അന്നേരം അവർ കുറച്ചും കൂടി ഇൻവോൾവ് ആയിട്ട് ചെയ്യാറുണ്ട്. അല്ലാതെ റെഗുലറായിട്ട് അവരുടെ റൂം വൃത്തിയാക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ പല കാര്യങ്ങൾക്കും മടിയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വിചാരിക്കും ഇതൊക്കെ നമ്മുടെ ഒരു ലൈഫിൻ്റെ ഭാഗമാണെന്ന് അവർക്കൊരു അവയർനെസ് ഉണ്ടായിരിക്കുക. അവർ തന്നെ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ ഡെഫിനറ്റ്ലി അവർ ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ദേ നമ്മുടെ ചോല ഭട്ടൂര റെഡിയായി. ഇതൊരു അടിപൊളി ഫുഡാണ് കേട്ടോ. നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മിസ്റ്റർ ഹൂ ഈസ് ദ ബോസ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലില്ലേ, ഇവാന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ് പുള്ളിയുടെ വീഡിയോസ് കാണാനായിട്ട്. അപ്പോൾ അവനിങ്ങനെ ഒരു വീഡിയോ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി ഇരുന്ന് കുറച്ച് നേരം അതൊക്കെ കണ്ടു. പിന്നെ വീക്കെൻഡ്സിൽ മിക്കവാറും വീട്ടിലുള്ളപ്പോൾ ഫുഡൊക്കെ കഴിച്ചൊരു 10-15 മിനിറ്റ് ഒന്ന് കിടക്കുമ്പോൾ ഒരു സുഖമാണ്. പണ്ടൊക്കെ ശരിക്കും കടന്നൊരു 1-2 മണിക്കൂറൊക്കെ കടന്നങ്ങ് ഉറങ്ങുമായിരുന്നു. അങ്ങനെ ഉറങ്ങി എണീറ്റ് കഴിയുമ്പോൾ പിന്നെ ഒരു വെളിവ് കിട്ടില്ല. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ ഉറങ്ങാറില്ല. ജസ്റ്റ് ഒരു 10-15 മിനിറ്റൊക്കെ കടന്നിട്ട് പിന്നെ ബാക്കി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് അങ്ങനെയാണ്. അപ്പോൾ ഈ വീക്കിലോട്ടുള്ള ഗ്രോസറി ഇന്നാണ് ചെയ്തത്. പക്ഷേ ചിക്കൻ മാത്രം ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മേടിച്ച് കഴിഞ്ഞപ്പം അപ്പം തന്നെ അത് മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിൽ വെച്ചു. നമ്മൾ ഈ ചിക്കനൊക്കെ മേടിക്കുമ്പം അതിൽ കുറച്ചധികം ദിവസം എക്സ്പയറി ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ നെക്സ്റ്റ് ഡേ എടുത്താൽ പോലും എനിക്കതിൻ്റെ ഫ്രഷ്നെസ് പോകുന്നതായിട്ട് തോന്നും. അതുകൊണ്ട് ഈ നോൺ വെജ് മേടിച്ചാൽ അപ്പം തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കാനാണ് ഞാൻ
എപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത്. ഞാൻ ജസ്റ്റ് കാണിച്ചാണ്. സാധാരണ എൻ്റെ ഒരു വീക്കെൻഡ് മീൽ പ്രപ്പിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് കുറച്ച് ചിക്കൻ ഇല്ലെങ്കിൽ അത് മാരിനേറ്റൊക്കെ ചെയ്ത് ഫ്രീസറിൽ വെക്കുക എന്നുള്ളത് കേട്ടോ. കാരണം നമുക്ക് ഡിന്നറിന് ഒരു ഫ്യൂ ഡേയ്സ് എന്താണെങ്കിലും ചിക്കനോ ഫിഷോ ഒക്കെയാണ് നമ്മൾ ഗ്രില്ല് ചെയ്ത് കഴിക്കാറുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ബീൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ബീൻസും ക്യാരറ്റും കൂടെ തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഒരു ഫേവറേറ്റ് തോരനാണ്. ഞാൻ ഇങ്ങനത്തെ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കും. നമ്മൾ ഈ വൈകുന്നേരം ഗ്രിൽഡ് ചിക്കൻ്റെ ഒക്കെ കൂടെ സാലഡിന് പകരം ഞാൻ ചിലപ്പോൾ ഈ തോരനെടുക്കും. ഈ റോ വെജിറ്റബിൾസ് തന്നെ എപ്പോഴും കഴിക്കുമ്പോൾ ചിലപ്പോൾ അത് മടുപ്പല്ലേ. അപ്പം ഞാനതുകൊണ്ട് എനിക്ക് തോരനൊക്കെ ആണെങ്കിൽ എനിക്ക് ഒന്നുകൂടി ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്. നമുക്കൊരു 2-3 ഡേയ്സിലോട്ടൊക്കെ എടുക്കാൻ പാകത്തിന്. അപ്പം ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എല്ലാ ദിവസവും നല്ല ഫ്രഷായിട്ട് വെറൈറ്റി ഫുഡ് അങ്ങനെയൊന്നുമല്ല. നമ്മളിപ്പോൾ ലഞ്ച് മിക്കവാറും 2 ഡേയ്സ് എങ്കിലും സെയിം ആയിരിക്കും. ഞാൻ സൺഡേ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മൺഡേ ട്യൂസ്ഡേ ലഞ്ചിനതായിരിക്കും. പിന്നെ വെനസ്ഡേ ഞാൻ സാധാരണ കുറച്ച് സമയം കുക്കിങ്ങിന് സ്പെൻഡ് ചെയ്യാറുണ്ട്. ഞാൻ ഒരു വീക്കിലോട്ടുള്ളത് മുഴുവൻ ഉണ്ടാക്കാറില്ല. എനിക്കത് കുറച്ച് എക്സോസ്റ്റഡ് ആയിട്ട് തോന്നും. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും എന്താണോ സൗകര്യം, നമ്മുടെ ലൈഫ് സ്റ്റൈലിനും വർക്ക് ലൈഫിനും ഒക്കെ എന്താണോ മാച്ച് ആവുന്നത് അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുക. പക്ഷേ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ വീക്കെൻഡ് പ്ലാൻ ചെയ്ത് വെക്കുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ വീക്ക് ഡേയ്സിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എനിക്ക് ഏറ്റവും അധികം പോസിറ്റീവ് റിവ്യൂസ് കിട്ടിയിട്ടുള്ള, ഒരുപാട് നല്ല കമൻസ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു മീൽ പ്ലാൻ മീൽ പ്രപ്പ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയവരുടെയാണ്. അപ്പോൾ നിങ്ങൾ ഇനിയും ട്രൈ ചെയ്യാത്തവർ ഇഷ്ടം പോലെ പേരുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് അത്രയും അധികം ടൈം സേവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നിങ്ങൾ വീക്കെൻഡിൽ കുറച്ച് സമയമെടുത്ത് കുറച്ചധികം എഗെയിൻ എവറി ഡേയിലോട്ട് ഓരോരോ വെറൈറ്റി ഉണ്ടാക്കുമ്പോൾ അതെന്തുമാത്രം ടൈം സേവ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ഒരേ ഫുഡ് അറ്റ്ലീസ്റ്റ് ഒരു 2 ടൈംസ് എങ്കിലും 2 ദിവസമെങ്കിലും ലഞ്ച് ഒരുപോലെ, 2-3 ദിവസം ഡിന്നർ സെയിം മെനു, അങ്ങനെയൊക്കെ ആകുമ്പം നമ്മൾ കുറച്ച് പ്ലാനിങ്ങും കൂടി ചെയ്താൽ നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ തോരൻ കറി വളരെ സിമ്പിളാണ്. ഞാൻ വെളിച്ചെണ്ണയാണ് നമ്മുടെ ഒരു കേരള സ്റ്റൈൽ ഓഫ് കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യാറുള്ളത്. കടുക് പൊട്ടിക്കുക, കുറച്ച് ഉള്ളി വഴറ്റിയെടുക്കുക, പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ ഗാർലിക് ആഡ് ചെയ്താൽ നല്ലൊരു ഫ്ലേവറാണ്. ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പം അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നു, പിന്നെ കുറച്ച് കറി ലീവ്സ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ. നമ്മൾ ഇതിലോട്ട് വെള്ളം ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഒരു തോരനും ഞാൻ വെള്ളം ആഡ് ചെയ്യാറില്ല. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ കുക്ക് ചെയ്താൽ കുക്കാവാൻ താമസമുള്ളൂ. ഇപ്പോൾ പയറൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ, നമ്മുടെ പച്ചപ്പയർ. പക്ഷേ നമ്മൾ സിമ്മിൽ വെച്ച് കുറച്ച് സമയം എടുത്ത് കുക്ക് ചെയ്താൽ അത് നല്ല കുക്കായിട്ട് വരും. നമ്മൾ വെള്ളം ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോവും. അപ്പോൾ നമ്മൾ തോരൻ എപ്പോഴും വെള്ളം ഒന്നും ആഡ് ചെയ്യാതെ ഉണ്ടാക്കുക. ബീൻസിന് കുറച്ചുകൂടി വേവ് കൂടുതലാണല്ലോ. ബീൻസ് ആദ്യം ആഡ് ചെയ്ത് അത് ഒരുവിധം കുക്കായി കഴിഞ്ഞിട്ടാണ് ക്യാരറ്റ് ആഡ് ചെയ്യാറുള്ളത്. ക്യാരറ്റും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം മൂടി വെക്കാം. അപ്പോഴത്തേക്കും ഇത് നല്ല കുക്കായിട്ട് വരും. പിന്നെ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയാണ്. അപ്പോൾ അതിന് മുട്ടക്കറി ഉണ്ടാക്കാനുള്ള ഉള്ളി ഞാൻ വഴറ്റുകയാണ്. കിച്ചണിലുള്ള ആ ഒരു സമയം കഴിയുന്നത്ര പണികൾ ഒരുമിച്ച് ചെയ്യാനാണ്, നമ്മളെല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ വഴറ്റുന്നൊക്കെ പരിപാടികൾ കുറച്ച് സമയം എടുക്കുമല്ലോ. ഞാനിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കറികളൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ, അപ്പം മുട്ടക്കറി അല്ലെങ്കിൽ ഇഡ്ഡലി ചമ്മന്തി അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ചമ്മന്തിയൊക്കെ തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കും. കാരണം രാവിലെ നമ്മൾ വിചാരിക്കും കുറച്ച് പണിയേ ഉള്ളൂ എന്ന്, പക്ഷേ അത് സമയം എടുക്കും. അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നല്ല നേരത്തെ എണീക്കണം. ഒത്തിരി നേരത്തെ എണീക്കാൻ എനിക്കത് നല്ല ബുദ്ധിമുട്ടാണ്. അതിലും ഇഷ്ടം എനിക്ക് തലേന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് അങ്ങനെ സ്വസ്ഥമായിട്ട് കിടക്കാനാണ് കേട്ടോ. അതുപോലെ ഈ തോരനിൽ എപ്പോഴും തോരൻ ഒരുവിധം കുക്കായിട്ടാണ് ഞാൻ തേങ്ങ ആഡ് ചെയ്യുക. ഫ്രോസൺ തേങ്ങയാണ്. നമ്മളത് കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ ക്യൂബാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് നല്ല എളുപ്പമാണ്. അല്ലെങ്കിൽ ആ വലിയൊരു പീസ് ഓഫ് ഫ്രോസൺ കോക്കനട്ട് കട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് പല വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് സിപ്ലോക്ക് ബാഗിൽ ഇട്ട് വെക്കും. അപ്പോൾ നമുക്ക് ഓരോ പീസായിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ കോക്കനട്ടും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഒരു ഫ്യൂ മിനിറ്റ്സും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തോരൻ റെഡിയാവും. നമ്മുടെ തോരൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ചൂടൊന്ന് മാറി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മൾ രാവിലെയൊക്കെ ഉണ്ടാക്കുന്നത് വൈകുന്നേരം വരെ നമ്മൾ പുറത്ത് വെച്ച് പിന്നെ ബാക്കി വരുന്നതൊക്കെയാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോഴാണ് അതിൻ്റെ ഫ്രഷ്നെസ് പോവുക. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കുമ്പം എപ്പോഴും അത് തണുപ്പൊക്കെ മാറി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. ആൻഡ് നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു പോർഷൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അത് മൈക്രോവേവ് ചെയ്ത് ചൂടാക്കി അങ്ങനെ യൂസ് ചെയ്യുക. നമ്മൾ ഈ ചൂടാക്കിയത് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ എടുത്തൊക്കെ ചൂടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കേടായി പോവും. ഇന്നത്തെ ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ് കേട്ടോ. ഞാൻ ഇതുവരെ ഈ റെസിപ്പി ഷെയർ ചെയ്തിട്ടില്ല. ആൻഡ് ഇതിപ്പോൾ നമ്മുടെ ഒരു ഫേവറേറ്റ് മുട്ടക്കറിയാണ്. ഭയങ്കര സിമ്പിളാണ്. നമ്മൾ സാധാരണ പോലെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ഒരു ഉള്ളി, വലിയ ഉള്ളിയാണെങ്കിൽ അല്ലെങ്കിൽ 1.5 ഉള്ളി, ഒരു അര കഷ്ണം തക്കാളി, ജിഞ്ചർ ഗാർലിക്ക് ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് നമ്മൾ നന്നായിട്ട് വഴറ്റണം.
അത് കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള പൊടികൾ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ബീഫ് അല്ലെങ്കിൽ ചിക്കൻ മസാല ആഡ് ചെയ്യാം, വളരെ കുറച്ച് ആ ഒരു ഫ്ലേവറിന്, കുറച്ച് ഗരം മസാല, ഇത്രയും പൊടികൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ മിക്സിയിലിട്ടിട്ട് നമ്മൾക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ എൻ്റെ ഒരു കസിൻ ചേച്ചിയാണ് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്കും ഇത് ആദ്യം കേട്ടപ്പോൾ അരച്ചൊക്കെ എടുക്കാൻ ആരെ കൊണ്ട് പറ്റുന്നൊക്കെ വിചാരിച്ചു. കാരണം നമുക്കെപ്പോഴും എളുപ്പപ്പണിയാണല്ലോ. പക്ഷേ അരച്ചെടുക്കണം, ആ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല യമ്മിയാണ്, നമുക്ക് നല്ല തിക്ക് ഗ്രേവി കിട്ടും. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. ചപ്പാത്തിക്കൊക്കെ ആണെങ്കിലും അടിപൊളിയായിരിക്കും. ഈ പൊടികളൊക്കെ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അത് തണുക്കുമ്പോഴത്തേക്കും നമുക്ക് വേറെ കുറച്ച് പരിപാടികൾ ചെയ്യാം. അപ്പോൾ എനിക്ക് ചിലപ്പോൾ വീക്കെൻഡൊക്കെ ആകുമ്പം ഒരു എക്സ്ട്രാ സ്നേഹം എന്നോട് തന്നെ തോന്നും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ എന്തെങ്കിലും ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് കറ്റാർവാഴയൊക്കെ ഒന്ന് തലയിലൊക്കെ അപ്ലൈ ചെയ്ത് അങ്ങനെ കുളിക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും ഇത് ഭയങ്കര എഫക്റ്റീവാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ നമ്മളിങ്ങനെ നമുക്ക് വേണ്ടി ഒരു ഇഷ്ടത്തോടെ കുറച്ച് സമയമൊക്കെ എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് ശരിക്കും ഒരു തെറാപ്യൂട്ടിക്കാണ്. കുറച്ച് സമയമെടുത്ത് ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് ഒന്ന് കുളിച്ച് ഒരു ഫേസ് പാക്കൊക്കെ ഇട്ട്, പിന്നെ ഞാൻ പറയും നമുക്കിവിടെ ബാത്ത് ടബൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ആരും യൂസ് ചെയ്യാറില്ല. ഇടയ്ക്കൊക്കെ അതൊക്കെ യൂസ് ചെയ്ത് കുറച്ച് സമയമെടുത്ത് റിലാക്സ്ഡ് ആയിട്ടൊക്കെ ഒന്ന് കുളിക്കുമ്പോൾ ഉണ്ടല്ലോ എന്തൊരു സുഖമാണെന്നറിയോ. അപ്പോൾ എനിക്ക് ആ ഒരു ഫീൽ, അതായത് നമ്മൾ തന്നെ നമ്മളെ പാമ്പർ ചെയ്യുന്നതിൻ്റെ ഒരു ഫീൽ ഗുഡ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ വീക്കെൻഡും ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്നെ തന്നെ സന്തോഷിപ്പിക്കാൻ ഞാൻ എന്തെങ്കിലുമൊക്കെ മാർഗ്ഗങ്ങൾ കണ്ടെത്തും. അപ്പോൾ ഇതിങ്ങനെ ആവണമെന്നില്ല കേട്ടോ, നമുക്ക് എന്ത് വേണമെങ്കിലും ആവാം. നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് വേണ്ടി ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം. ഇത് വേറൊന്നുമില്ല, ഞാൻ ജസ്റ്റ് അലോവേര ജസ്റ്റ് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് ജസ്റ്റ് അത് തലയിൽ അപ്ലൈ ചെയ്യുന്നു. ഞാൻ അലോവേരയൊക്കെ ഉള്ളത് കൊണ്ടും എൻ്റെ മുടി ഭയങ്കര ഫ്രിസി ആവുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് കൊണ്ടും ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. അപ്പം ഞാൻ വിചാരിച്ചു പണ്ടിങ്ങനെ എന്തെങ്കിലുമൊക്കെ റെമഡീസൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും സമയമൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഈ സംഭവം ഒന്ന് ചുമ്മാ അപ്ലൈ ചെയ്ത് അങ്ങനെ കുളിക്കാം. അപ്പോൾ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യുന്നില്ല. ഓയിൽ അപ്ലൈ ചെയ്യാതെ ജസ്റ്റ് അലോവേര മാത്രം അപ്ലൈ ചെയ്ത് ഒരു 1/2 hour to 1 hour ഒക്കെ കഴിയുമ്പോൾ കഴുകി കളയാൻ വേണ്ടിയിട്ടാണ്. നമ്മളെപ്പോഴും എന്ത് മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേയും നമ്മൾ തല, അതായത് നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഓയിലാണെങ്കിൽ വിത്ത് ഓയിൽ തന്നെ നമ്മൾ മസാജ് ചെയ്യുമല്ലോ. ശരിക്കും നമ്മുടെ ഒരു ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു മസാജിങ് ആണ്. അത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും, അതാണ് നമ്മുടെ ഒരു ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുക. ശരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓയിലിനേക്കാളും നമ്മൾ മസാജ് ചെയ്യുന്നതാണ് നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈവൻ ഓയിൽ മസാജ് ചെയ്ത് കുളിക്കാത്ത ദിവസങ്ങളിൽ പോലും നമ്മൾ ഇടയ്ക്കൊക്കെ തലയൊന്ന് നന്നായിട്ട് മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ഹെയർ മാസ്ക് ഇട്ടിട്ട് പിന്നെ നമുക്ക് മസാജ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ തല നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ പോർഷനാക്കി എടുത്തിട്ട് നന്നായിട്ട് സ്കാൽപ്പിലും അതുപോലെ ഫുൾ ലെങ്ത്തിലും അപ്ലൈ ചെയ്ത് ഒരു 1 hour ഒക്കെ വെച്ചിട്ടാണ് കഴുകി കളയുന്നത്. അപ്പം ഞാൻ ഈ ഹെയർ റിലേറ്റഡ് എന്തെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ പലരും ചോദിക്കാറുണ്ട്, ചേച്ചി എന്താണ് ചെയ്യുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹെയർ കെയർ വീഡിയോ ചെയ്യാമോ എന്നൊക്കെ. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിങ്ങൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് വൈറ്റമിൻ ഡി, അയേൺ, വൈറ്റമിൻ കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഇതൊക്കെ കുറവാണെങ്കിൽ നമുക്ക് എന്താണെങ്കിലും ഹെയർ ഫോൾ ഉണ്ടാക്കും. അപ്പോൾ ആദ്യം നമ്മുടെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഫിക്സ് ചെയ്യുക, ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുക, പ്രോട്ടീൻ റിച്ച് ആയിട്ട് ഫുഡ് കഴിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ മുടിയുടെ പകുതി പ്രശ്നങ്ങൾ മാറും. എൻ്റെ എക്സ്പീരിയൻസ് ആണ്, എനിക്ക് ഇതുപോലെ ഭയങ്കര എക്സ്ട്രീം ഹെയർ ഫോൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പലതും ട്രൈ ചെയ്തു. അപ്പോൾ നമുക്കിതൊന്നും അറിയില്ലല്ലോ. ആ ഒരു സമയത്തൊക്കെ നമ്മളിങ്ങനെ ഹെയർ ഫോൾ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് യൂട്യൂബിൽ നോക്കി പല പല മാസ്കുകൾ, ഓയിൽ ഒക്കെയാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് വൈറ്റമിൻ ഡി, അയൺ അങ്ങനെ എന്തൊക്കെയോ കുറവായിരുന്നു. അപ്പോൾ അത് കണ്ടുപിടിച്ച് അതിൻ്റെ സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുത്തപ്പം എൻ്റെ ഹെയർ ഫോൾ നന്നായിട്ട് കുറഞ്ഞു. ആൻഡ് നിങ്ങളിലൊരു ഹ്യൂജ് മജോറിറ്റിയുടെയും പ്രശ്നം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറവുള്ളതായിരിക്കും. അത് ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ പല പ്രശ്നങ്ങളും സോൾവ് ആകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമുക്ക് ഈ എക്സ്റ്റേണലായിട്ട് അപ്ലൈ ചെയ്യുന്നതും ഹെയർ മാസ്കും അതൊക്കെയാണല്ലോ നമ്മൾ നോക്കാറുള്ളത്. പക്ഷേ അതിനു മുന്നേ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, നമ്മുടെ വൈറ്റമിൻ അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക. അപ്പം ഞാനങ്ങനെ മുടിയിലൊക്കെ ഇത് അപ്ലൈ ചെയ്തിട്ട് ഇനി എനിക്ക് 1-2 കുഞ്ഞു പണികൾ കൂടെ ബാക്കിയുണ്ട്. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കണം. അത് കുറച്ച് അധികം ദിവസമായി തീർന്നിട്ട് അത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പൊളിച്ച് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു കമൻറ്റിൽ ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അങ്ങനെ പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്, പക്ഷേ ഞാൻ കുറച്ചധികം ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ
ഫ്രീസ് ചെയ്യുന്നത്. പിന്നെ എനിക്കത് കൈൻഡ് ഓഫ് ഒരു ശീലമാണ്, അതുകൊണ്ടും കൂടി ആവാം. ഇപ്രാവശ്യം എന്താണെങ്കിലും ഞാനിത് ഫ്രിഡ്ജിൽ വെക്കാൻ പാകത്തിനാണ് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ക്ലീനിങ്ങും പാത്രം കഴുകലും ഒക്കെ അനീഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ കുറച്ചധികം കുക്ക് ചെയ്യുമ്പം എന്തോരം പാത്രങ്ങളാണ് വരുന്നതെന്ന് അറിയില്ല അല്ലേ. പിന്നെ ഡിഷ് വാഷർ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇങ്ങനെ കുറേ പാത്രമൊക്കെ കഴുകാനുള്ള ദിവസങ്ങളിൽ ഞാൻ ചിലപ്പോൾ 2 പ്രാവശ്യമൊക്കെ അത് ഇടും. പലർക്കും ഈ ഡിഷ് വാഷർ യൂസ് ചെയ്യാനൊരു മടിയാണ്, അതിൽ ക്ലീൻ ആവുമോ എന്തോ ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളത് വൺസ് അത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയാലുണ്ടല്ലോ പിന്നെ അതില്ലാതെ നമുക്ക് പറ്റില്ല. അത്രയും ഹെൽപ്ഫുള്ളും ആണ് കേട്ടോ. അപ്പോൾ ഞാനത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ക്ലീനിങ്ങും ആ ഒരു കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ ഈ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് കടയിലും മേടിക്കാൻ കിട്ടും കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കടയിൽ നിന്ന് മേടിക്കുന്നതിന് ഒരു ഫ്ലേവറും തോന്നാറില്ല. അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നല്ല ജിഞ്ചർ ഗാർലിക് ബ്രാൻഡ് റെക്കമെൻഡേഷൻസ് ഉണ്ടോ? ട്രൈ ചെയ്തിട്ട് ശരിക്കും നല്ല ഓതൻറ്റിക്കായി തോന്നിയതുപോലെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ജിഞ്ചറും ഗാർലിക്കും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് ഞാൻ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലാണ് ഇടാറുള്ളത്. അതാകുമ്പോൾ നന്നായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടും. ഇല്ലെങ്കിൽ ചിലതിങ്ങനെ അരയാതിരിക്കും. എനിക്കങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ജാറാണെങ്കിൽ നന്നായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടും. ഞാൻ കുറച്ച് വെളുത്തുള്ളിയാണ് കൂടുതൽ ഇടാറുള്ളത്. നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മളിതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് എണ്ണയും, ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഉപ്പും എണ്ണയും കൂടി ആഡ് ചെയ്താൽ അതൊരു പ്രിസർവേറ്റീവായിട്ട് ആക്ട് ചെയ്യും. നമ്മളിത് കറിയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതിൽ ഓൾറെഡി സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ഓർമ്മ ഉണ്ടായിരിക്കണം. ഇനി ഇത് നമുക്ക് നല്ലൊരു ഗ്ലാസ് കണ്ടെയ്നറിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒരു 1.5 മാസം വരെയൊക്കെ ഫ്രിഡ്ജിൽ ഇത് നന്നായിട്ട് ഇരുന്നോളും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്. അതുപോലെ ഞാൻ ഉള്ളി എപ്പോഴും തൊണ്ട് കളഞ്ഞ് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെ നമ്മൾ തണുത്തിരിക്കുന്ന ഉള്ളിയാകുമ്പോൾ നമുക്ക് ഒരുപാട് കരയേണ്ടിയും വരില്ല. ഈ 2 സാധനം ഉണ്ടെങ്കിൽ തന്നെ ഒരു പകുതി പണി കുറഞ്ഞ പോലെ തോന്നും. നമ്മുടെ എന്ത് കറിയാണെങ്കിലും നമുക്ക് ഉള്ളിയും ഈ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആണല്ലോ. അപ്പം ഞാനതങ്ങനെ ഗ്ലാസ് ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു. ഇനി ഒരു പണിയും കൂടി ബാക്കിയുണ്ട്, നമ്മുടെ മുട്ടക്കറി. അപ്പോൾ നമ്മുടെ മുട്ടയുടെ മസാല തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പം ഇതിലോട്ട് ഒരു ചെറിയ പിടുത്തം ക്യാഷ്യൂ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ക്യാഷ്യൂ ആഡ് ചെയ്താൽ നല്ലൊരു ഫ്ലേവറാണ്. ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പിയിൽ നമ്മൾ കടുക് പൊട്ടിച്ചിട്ടാണ് ഈ ഒരു അരച്ചെടുത്ത മസാല ആഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ ആദ്യം കടുക് പൊട്ടിച്ചില്ലല്ലോ. പിന്നെ വീണ്ടും ഒരുപാട് ഓയിൽ ആഡ് ചെയ്യണ്ടെന്ന് ഓർത്തിട്ട് ഞാനത് ചെയ്യുന്നില്ല. ഈ മസാല ഇനി ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് വെള്ളമൊക്കെ ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ആഡ് ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിലോട്ട് കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റിയാണ്. ഇങ്ങനെ തന്നെ സൂപ്പറാണ് കേട്ടോ. ചിലപ്പോൾ നമുക്ക് ഈ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചാറ് കുറവാന്നുള്ള ഒരു പരാതിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ താല്പര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊരു തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫാക്കാം. എന്നിട്ട് നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് ആഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ മുട്ടക്കറി റെഡിയായി. അപ്പം ഞാൻ 4:30 ആയപ്പോഴാണ് ഞാൻ വീണ്ടും കിച്ചണിൽ കയറിയത് കേട്ടോ. അപ്പോൾ ഒരു 5:30 ആകുമ്പോഴത്തേക്കും തീർക്കണം എന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5:30 ആയപ്പോഴത്തേക്കും കാര്യങ്ങൾ തീർന്നു. ഒരു പണിയും കൂടെ ബാക്കിയുണ്ട്. ആക്ച്വലി അരി അരച്ചു വെക്കാനുണ്ട്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. എൻ്റെ ഒരു വീക്കെൻഡിലെ കുറച്ച് കുക്കിംഗ്, സെൽഫ് കെയർ, ഒരു റീസെറ്റ്, അതൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഇത്രയും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോകരുത്. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.